അങ്ങനെ നമ്മുടെ സച്ചി രേവതി അമ്പലത്തിൽ എത്തുന്നുണ്ട്. നമ്മുടെ ദേവുവിനെയും അരുണിനെയും കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സച്ചി രേവതി വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചി കാണുന്നത് അരുണിനെ കാണുമ്പോൾ തൊട്ടിട്ട് നമ്മുടെ സച്ചിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതിയോട് പറയണ്ടേ, എനിക്ക് ഈ അമ്പലത്തിലേക്ക് ഇനി വരാൻ തന്നെ ഇഷ്ടമില്ല, അവൻ ഉണ്ടാവുകൊണ്ട് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ രേവതി പറയുന്നത്, നമ്മൾ അവനെ കാണാനല്ലല്ലോ വന്നത് സച്ചിയേട്ടാ, വരൂ എന്ന് പറഞ്ഞിട്ട് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഉള്ളിൽ പോണ സമയത്ത് നമ്മുടെ ദേവു ആണെങ്കിലും അരുണിനോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ രേവതിയെ കാണുമ്പോൾ നമ്മുടെ ദേവു വേഗം രേവതിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്തായാലും ദേവു നമ്മളെ അരുണിനെ വിളിക്കുന്നുണ്ട്. അരുണിനെ കാണുമ്പോൾ നമ്മളെ സച്ചിക്കാണെങ്കിലോ വല്ലാത്ത ദേഷ്യം വന്നിട്ട് നമ്മളെ സച്ചി ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതി പറയുന്നുണ്ട് നമ്മുടെ ദേവുവിനോട്, നിന്നോട് ഇദ്ദേഹം പറഞ്ഞു കാണില്ലേ ഒരു റൗഡിയെ കുറിച്ചിട്ട്, ആ റൗഡി എന്നെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ റൗഡിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ റൗഡിയാണ് നമ്മുടെ സച്ചിയേട്ടനെയാണ് ഇയാളെ ഉദ്ദേശിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ ദേവുവിനെയും വലിച്ചിട്ട് നമ്മുടെ രേവതി വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തുന്ന സമയത്ത് നമ്മുടെ സച്ചി രേവതിയുടെ അമ്മോട് പറയുന്നുണ്ട്, അയാൾക്ക് ഭയങ്കര ഈഗോ ആണ്, പോലീസുകാരനാണെന്ന് ഭയങ്കര അഹങ്കാരമുണ്ട്, ഒരു ഇത്തിരി പോലും മനസ്സിൽ ഒരു ഇതുമില്ല, അയാൾക്ക് ഒരു താഴെയുള്ള മനസ്സ് തന്നെ ഇല്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവുവിനിട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, അമ്മ അവളെ അടിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ രണ്ടാൾ പരസ്പരം മനസ്സിലാക്കിയിട്ടും അത്രയ്ക്ക് ആഴത്തിൽ സ്നേഹിച്ചിട്ടല്ലേ അവർ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച്, ഇനി നമ്മൾ ആര് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കല്യാണം കഴിച്ച് കൊടുത്തേ പറ്റൂ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.